വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3 ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ബേസിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച്, സോഴ്സസ്, വേരിയസ് കൈൻഡ്സ് ഓഫ് സോഴ്സസ്, മെത്തേഡ്സ് ഓഫ് ഒതന്റിസിക്കേഷൻ, ക്രിറ്റിസിസം, എക്സ്റ്റേണൽ, ഇന്റേണൽ ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മൊഡ്യൂൾ 3യുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നത്. അപ്പൊ ആക്ച്വലി നിങ്ങളൊരു ചാപ്റ്റർ ഈ ഒരു മൊഡ്യൂള് പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ബേസിക് റിസർച്ച് ടൂൾസുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടൂൾസുകളും ടെക്നിക്സുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. വേറെ സോഴ്സ് ടൈപ്സ് ഓഫ് എംപ്ലോയിങ് മെത്തേഡ്സ് ആൻഡ് ഒതന്റിസിക്കേഷൻ ഓഫ് ക്രിറ്റിസിസം, അതായത് ഒതന്റിസിക്കേഷൻ ഓഫ് ക്രിറ്റിസിസം ഏതിലാണ് എക്സ്റ്റേണൽ ഇന്റേണൽ ക്രിറ്റിസിസം ഉറപ്പാക്കുന്നത്. ദെൻ കണ്ടക്ടിങ് ടെക്സ്റ്റൽ അനാലിസിസ് നമ്മൾ നടത്താറുണ്ട്. ദീസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ ക്രൂഷ്യൽ ഫോർ എൻഷുറിംഗ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ റിസർച്ച് ഫൈൻഡിങ്സ്. അതായത് റിസർച്ച് ഫൈൻഡിങ്സിന്റെ ഒരു വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് റിസർച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് വി ഹാവ് ടു യൂസ്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസും ഒതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളാണ് ക്രിറ്റിസിസം. അതിലാണ് എക്സ്റ്റേണൽ ഇന്റേണൽ ക്രിറ്റിസിസം ആൻഡ് കണ്ടക്ടിങ് ടെക്സ്റ്റൽ അനാലിസിസ് ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് സോഴ്സസുകളുണ്ട്. അത് നമുക്കറിയാം, പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്, ഇവയൊക്കെയാണ്. ഇത്തരം സോഴ്സസിലൂടെയാണ് നമ്മൾ ഹിസ്റ്റോറിയിൽ നമ്മുടെ ഒറിജിനൽ മെറ്റീരിയൽസ് ആർ പ്രൊവൈഡ് നമുക്ക് ലഭ്യമാകുന്നത് ഇത്തരത്തിലുള്ള പ്രൈമറി സെക്കൻഡറി ടൂൾസുകളിൽ നിന്ന്, സോഴ്സസുകളിൽ നിന്നുമാണ്. പ്രൈമറി സോഴ്സസുകൾ നിങ്ങൾക്കറിയാം, പേഴ്സണൽ ലെറ്റേഴ്സ് അല്ലെ, ഇതൊക്കെ പ്രൈമറി സോഴ്സസുകളാണ്. പിന്നെ സെക്കൻഡറി സോഴ്സസുകളുണ്ട്. അതായത് ദീസ് സെക്കൻഡറി സോഴ്സസുകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥമാക്കുന്നത്? ബുക്സുകള്, ജേർണൽസുകള്, റിവ്യൂ പേപ്പേഴ്സ്, പിന്നെ ടെറിറ്ററി സോഴ്സസുകളുണ്ട്. അതിൽ വരുന്നത് ഫ്രം സെക്കൻഡറി സോഴ്സസ് ലൈക്ക് എൻസൈക്ലോപീഡിയ ഓർ ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെയാണ് നമ്മൾ സോഴ്സസ് എന്ന് പറയുന്നത്, വേരിയസ് സോഴ്സസുകൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി സോഴ്സസുകളുണ്ട്, സെക്കൻഡറി സോഴ്സസുകളുമുണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡേറ്റ എവിഡൻസുകൾ ലഭ്യമാക്കുന്ന പ്രൈമറി ആയിട്ട് ലഭിക്കുന്ന ഐ വിറ്റ്നസ്സുകൾ, റോ ഡേറ്റ ഫ്രം ദ എക്സ്പെരിമെന്റ്സ്, അതൊക്കെയാണ് പ്രൈമറി സോഴ്സ്. പിന്നെ സെക്കൻഡറി സോഴ്സസുകളുണ്ട്, ടെറിറ്ററി സോഴ്സ്. ഇത്തരം സോഴ്സസുകൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അതാണ് സോഴ്സസുകൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സോഴ്സസുകൾ ഉപയോഗിക്കുന്നത്? നമുക്ക് എവിഡൻസ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി സോഴ്സ്. ഇനി ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ, ഇന്റേണൽ ക്രിറ്റിസിസം ആൻഡ് ടെക്സ്റ്റൽ അനാലിസിസ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചു പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഫോക്കസിംഗ് ഓൺ എസ്റ്റാബ്ലിഷിംഗ് ദ ഓതന്റിസിറ്റി ഓഫ് ദ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നു. ബൈ എക്സാമിനിങ് ഇറ്റ്സ് ഓതർഷിപ്പ്, ഡേറ്റ ആൻഡ് പ്ലേസ് ഓഫ് ദ ഒറിജിൻ. ഇറ്റ് ഇൻവോൾവ് വെരിഫൈങ് ഹൂ റോട്ട് ദ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് ആരാണ് രചിച്ചത്, അതിന്റെ ഡേറ്റും പ്ലേസും ഓതർഷിപ്പും ഒക്കെ എന്താണ്, വെൻ ആൻഡ് വേർ ഇറ്റ് വാസ് റിട്ടൺ, എന്നാണ്, എവിടെ വെച്ചാണ് രചിച്ചത്, ആൻഡ് അണ്ടർ ദ സർക്കംസ്, ഏതൊരു സാഹചര്യത്തിലാണ് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിനെ നമ്മൾ ലോവർ ക്രിറ്റിസിസം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിനെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ലോവർ ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നു. ഇറ്റ് ജെന്യൂൻ ഓഫ് ദ ഡോക്യുമെന്റ് ഫ്രം ഫോം ആൻഡ് അപ്പിയറൻസ് ആൻഡ് മോർ പർട്ടിക്കുലർലി ടു ക്വസ്റ്റ്യൻ ഓഫ് ഓതർഷിപ്പ്, ടെക്സ്റ്റൽ സർക്കംസ്റ്റാൻസസ് സച്ച് ആസ് ടൈം, പ്ലേസ് ആൻഡ് പർപ്പസ്. ആരെഴുതി, എപ്പോഴെഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി എന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ആധികാരികത ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഒതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് എക്സ്റ്റേണൽ ക്രിറ്റിസിസം നടത്തുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദി ലോവർ ക്രിറ്റിസിസം. ദെൻ ഇനി നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസത്തിലേക്ക് കിടക്കാണ്. സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ദ ഹയർ ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത് ഇന്റേണൽ ആണ്. ദ മീനിങ് ആൻഡ് ട്രസ്റ്റ് വർത്തീസ് ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെന്റ്, വാല്യൂ ആൻഡ് വർത്ത് ഓഫ് ദ കണ്ടന്റ്, but later meaning and reliability of the statement themselves. Internal criticism is historical research focus on evaluating the content of the source. അപ്പോൾ ഇതിനെ നമ്മൾ ഹയർ ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത് ഇതാണ്, നമ്മുടെ ഇന്റേണൽ ക്രിറ്റിസിസത്തെയാണ്. അതായത് ഇവിടെ നമ്മൾ മീനിങ് ആൻഡ് ട്രസ്റ്റ് വർത്തി ഓഫ് ദ കണ്ടന്റിന്റെ മീനിങ്ങും ട്രസ്റ്റ് വർത്തി, അതിന്റെ സത്യസന്ധത ഉറപ്പാക്കുക. ഓഫ് ദ ഡോക്യുമെന്റ് വാല്യൂ, ആ ഡോക്യുമെന്റിന്റെ വാല്യൂ, മൂല്യം എന്താണ്, പിന്നെ വർത്ത് ഓഫ് ഇറ്റ്സ് കണ്ടന്റ്, ഇറ്റ്സ് ലിറ്ററലി മീനിങ്, ഇത് ലിറ്ററലി മീനിങ് എന്താണ്, ഇതിന്റെ റിലയബിലിറ്റി എന്താണ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് തംസെൽസ്. അപ്പോൾ ഇതിന്റെ റിലയബിലിറ്റി ഉറപ്പാക്കുക, ട്രസ്റ്റ് വർത്തി ഉറപ്പാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസം നടപ്പിലാക്കുന്നത്. ഇന്റേണൽ ക്രിറ്റിസിസം ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് ദ കണ്ടന്റ് ഓഫ് ദി സോഴ്സ്. നമ്മൾ കണ്ടന്റ് ഓഫ് ദി സോഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും.
such as document or text, documentനെയോ ടെക്സ്റ്റിനെയോ, to determine is the truthfulness of the credibility. ഇതിന്റെ ആ ഒരു കണ്ടന്റിന്റെ ട്രൂത്ത്ഫുൾനെസ്സും ക്രെഡിബിലിറ്റിയും ഉറപ്പാക്കുക. Internal criticism is based on your understanding. The external criticism is based on others' understanding. Internal criticism എന്ന് വെച്ചാൽ based on your own understanding, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഈസ് ബേസ്ഡ് ഓൺ അതേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, മനസ്സിലാക്കി എടുക്കുന്നത് എന്താണ് ഇതിൽ നിന്നും. ഇതാണ് ഇന്റേണലും എക്സ്റ്റേണൽ ക്രിറ്റിസിസവും തമ്മിലുള്ള വ്യത്യാസം. ഇന്റേണൽ ആണെങ്കിൽ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്, എക്സ്റ്റേണൽ ആണെങ്കിൽ അതേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലായോ? അപ്പൊ എക്സ്റ്റേണൽ ആണെങ്കിൽ ലോവർ, ഇന്റേണൽ ആണെങ്കിൽ ഹയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ ടെക്സ്റ്റൽ അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ടെക്സ്റ്റൽ അനാലിസിസ്? ടെക്സ്റ്റൽ അനാലിസിസ് is a research method that examines written, spoken and visual text to understanding the underlying meanings, message and cultural context. അതായത് ടെക്സ്റ്റൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടെക്സ്റ്റൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിസർച്ച്, ഒരു റിസർച്ച് മെത്തേഡാണ് ദാറ്റ് എക്സാമിൻ, ഇതിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് റിട്ടൺ എഴുതുന്നത്, സ്പോക്കൺ സംസാരിക്കുന്നത്, ഓർ വിഷ്വൽ ടെക്സ്റ്റ് ഉണ്ട്, വിഷ്വലി ടെക്സ്റ്റിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാം. അപ്പൊ അണ്ടർലൈങ് മീനിങ്സ്, അണ്ടർലൈങ് ആയിട്ടുള്ള മീനിങ്സുകൾ, മെസ്സേജ്, കൾച്ചറൽ കണ്ടസ്റ്റ് ഓഫ് ദാറ്റ് ഈസ് പർട്ടിക്കുലർ കണ്ടന്റ്, ആ പർട്ടിക്കുലർ കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള കൾച്ചറൽ കണ്ടക്സ്റ്റ്, മെസ്സേജ്, മീനിങ്, റിട്ടൺ, സ്പോക്കൺ ആൻഡ് വിഷ്വൽ ടെക്സ്റ്റുകളെ നമ്മൾ മനസ്സിലാക്കാനാണെങ്കിൽ അതിനെയാണ് ടെക്സ്റ്റൽ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് ടെക്സ്റ്റൽ അനാലിസിസ് നമ്മൾ നടത്തുന്നതിന് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റൽ അനാലിസിസ് റിസർച്ച് മെത്തേഡാണ് ദാറ്റ് എക്സാമിൻ റിട്ടൺ, സ്പോക്കൺ ആൻഡ് വിഷ്വൽ ടെക്സ്റ്റ് ഉണ്ട്. വിഷ്വലി നമ്മൾ ടെസ്റ്റിനെ മനസ്സിലാക്കുന്നു. ബൈ അണ്ടർലൈൻ അതിന്റെ മീനിങ് എന്താണ്, മെസ്സേജ് നമുക്ക് എന്താണ് തരുന്നത് ആ ടെസ്റ്റിലൂടെ, ആ കൾച്ചറൽ കണ്ടക്സ്റ്റിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇതൊക്കെ അതാണ് ടെക്സ്റ്റൽ അനാലിസിസിലൂടെ നമ്മൾ നടത്തുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ദെൻ ഇനി നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ഔട്ട് ദ ഓതന്റിസിറ്റി ഓഫ് ദ ഡോക്യുമെന്റ് ദ ഹിസ്റ്റോറിയൻ അഡോപ്റ്റ്. അതായത് ഒരു ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് ഒരു ഹിസ്റ്റോറിയൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഇമാജിനേഷൻ, എക്സ്റ്റേണൽ ക്രിറ്റിസിസം, കാർഡ് സിസ്റ്റം, ഒപ്റ്റിമിസം. സോ ദ കറക്റ്റ് ആൻസർ എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഇമാജിനേഷൻ എന്താണ്? ഇമാജിനേഷൻ ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് വെരിഫൈങ് ഓതന്റിസിറ്റി ഉറപ്പാക്കുക അല്ല ഇമാജിനേഷൻ. Well, historian may be use their imagination to interpret or understanding the document. തന്റെ ഡോക്യുമെന്റിനെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുകയോ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതിനെയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഓൺ ഇറ്റ്സ് ഓതന്റിസിറ്റീസ്, അതായത് നമ്മൾ എന്തിനാണ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്? നമ്മുടെ ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റി ഉറപ്പാക്കുക. കാർഡ് സിസ്റ്റം ഈസ് ദ മെത്തേഡ് ഓഫ് ഓർഗനൈസിങ് റിസർച്ച് ഇൻഫർമേഷൻ. റിസർച്ചിന്റെ ഇൻഫർമേഷനെ ഓർഗനൈസിങ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് കാർഡ് സിസ്റ്റം. നോട്ട് ഫോർ ഓതന്റിസിറ്റി, അതായത് ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നതിനല്ല, റിസർച്ചിന്റെ ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യുന്ന മെത്തേഡ്, ദാറ്റ് ഈസ് കാർഡ് സിസ്റ്റം. ഇമാജിനേഷൻ എന്താണ്? കാർഡ് സിസ്റ്റം. ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വേണ്ടപ്പെട്ടതാണ്. ഒപ്റ്റിമിസം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഒപ്റ്റിമിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓതന്റിസിറ്റി വെരിഫിക്കേഷൻ റിക്വയർ ദ ക്രിട്ടിക്കൽ അപ്രോച്ച്, നോട്ട് ഒപ്റ്റിമിസം. Optimism might lead to historian to assume document is authentic without sufficient evidence. ആധികാരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആധികാരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിട്ടിക്കൽ അപ്രോച്ച് അല്ല, നോട്ട് ഒപ്റ്റിമിസം. ഓതന്റിസിറ്റി വെരിഫിക്കേഷൻ റിക്വയർ ദ ക്രിട്ടിക്കൽ അപ്രോച്ച്. ക്രിട്ടിക്കൽ അപ്രോച്ചിന് ഉണ്ടെങ്കിൽ മാത്രമേ ഓതന്റിസിറ്റി ഉറപ്പാക്കാൻ കഴിയത്തുള്ളൂ. ഓതന്റിസിറ്റി വെരിഫിക്കേഷൻ റിക്വയർ, ഓതന്റിസിറ്റി വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്രിട്ടിക്കൽ അപ്രോച്ച് വേണം. ഒപ്റ്റിമിസം ആവശ്യമില്ല അവിടെ. ഒപ്റ്റിമിസം എന്താണ്? ഒപ്റ്റിമിസം ആയിട്ട് ലീഡ് ടു ഹിസ്റ്റോറിയൻ ടു അസ്യൂം ഡോക്യുമെന്റ് ഈസ് ഓതന്റിക്. ഡോക്യുമെന്റ് ഓതന്റിക് ആണോ എന്ന് വിത്തൗട്ട് സഫീഷ്യന്റ് എവിഡൻസ് ഇല്ല എങ്കിലും, വിത്തൗട്ട് സഫീഷ്യന്റ് എവിഡൻസ് ഡോക്യുമെന്റ് ഈസ് ഓതന്റിക് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ചരിത്രകാരനെ സഹായിക്കുന്നതാണ് ഒപ്റ്റിമിസം. മനസ്സിലാവുന്നില്ല? അതായത് തന്റെ ഒരു ചരിത്രകാരന് മതിയായിട്ടുള്ള തെളിവുകൾ ഇല്ലാതെ തന്നെ തന്റെ രേഖ, തന്നെ ലഭിച്ച ഡോക്യുമെന്റ് ഒരു ഓതന്റിസിറ്റി ആണോ എന്ന് ചരിത്രകാരനെ സഹായിക്കുന്നത് ഒപ്റ്റിമിസമാണ്. അല്ലെ, എവിഡൻസുകൾ ഇല്ല എങ്കിലും തന്നെ സഹായിക്കുന്നു. ദെൻ വരുന്നത് സെർച്ചിങ് സ്ട്രാറ്റജി എന്താണ്? ഇതെല്ലാം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സെർച്ചിങ് സ്ട്രാറ്റജി, ദിസ് ഇസ് ദ ബോർഡർ ടേം ദാറ്റ് എൻകംപോസസ് വേരിയസ് മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ നോട്ട് സ്പെഷ്യലി റിലേറ്റഡ് ടു ഇൻഡക്റ്റീവ് റീസണിങ് പ്രോസസ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. സെർച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ജനറൽ ആയിട്ടുള്ള പ്രോസസ് അല്ല, ഇൻഡക്റ്റീവ് റീസണിങ് പ്രോസസ് അല്ല, അല്ലെ, നോട്ട് സ്പെഷ്യലി റിലേറ്റഡ് ടു ഇൻഡക്റ്റീവ് പ്രോസസ്. പിന്നെ ഇത് എങ്ങനെയുള്ളതാണ്? ദിസ് ബോർഡർ ടൈം, ഇതൊരു ബോർഡർ ആയിട്ടുള്ള ടേമാണ്. എൻകംപോസിസ് വേരിയസ് മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ, വേരിയസ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷനുകളെ കണ്ടെത്തുന്ന വിധം, അല്ലെ, വിവിധ രീതികൾ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു പദമാണ്. വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട്
നമ്മൾ ഇൻഫർമേഷനെ കണ്ടെത്തുന്ന ഒരു കോൺസെപ്റ്റ് എന്നല്ലാതെ ഒരു ഇൻഡക്റ്റീവ് റീസണിങ് മെത്തേഡ് അല്ല. ഇൻഡക്റ്റീവ് എന്താണ്? പർട്ടിക്കുലർ ടു ജനറൽ അല്ല. ഇലിസ്ട്രേഷൻസ് എന്താണ്? നമുക്ക് ഒരുപാട് ഇലിസ്ട്രേഷൻസ് അതൊക്കെ ടൂളും ടെക്നിക്കും ആണ്, പഠിക്കണം. ഇലിസ്ട്രേഷൻ ആ സ്പെസിഫിക് എക്സാമ്പിൾ യൂസ് ടു സപ്പോർട്ട് ജനറൽ അഗ്രിമെന്റ്. ഒരു ജനറൽ അഗ്രിമെന്റിനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് എക്സാമ്പിളുകളെയാണ് നമ്മൾ ഇലിസ്ട്രേഷൻസിലൂടെ കാണിക്കുന്നത്. ദർ ആർ ഓപ്പോസിറ്റ് ഓഫ് ദി ജനറലൈസേഷൻ. ജനറലൈസേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇലിസ്ട്രേഷൻ. as they move from general to particular. ഇത് മൂവ് ചെയ്യുന്നത് ജനറൽ ടു പർട്ടിക്കുലർ ആണ്. അപ്പൊ ഇലിസ്ട്രേഷൻ സ്പെസിഫിക് എക്സാമ്പിളുകളാണ് ഇലിസ്ട്രേഷൻ യൂസ് ടു സപ്പോർട്ട് ജനറൽ ആർഗ്യുമെന്റിനെ തെളിയിക്കുന്നതിനുള്ള സപ്പോർട്ട്. ഇത് ജനറലൈസേഷൻ അല്ല. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ ആണ്. ഇനി എന്താണ് ടോട്ടോളജി എന്ന് പറയുന്നത്? ടോട്ടോളജി നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഇലിസ്ട്രേഷൻസ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ടോട്ടോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. Tautology is a statement that is true by definition, and it doesn't represent the inductive process of moving from specific observation to general conclusion. ഇതൊരു ഇൻഡക്റ്റീവ് റീസണിങ് മെത്തേഡ് അല്ല, പർട്ടിക്കുലർ നിന്നും ജനറലിലേക്ക് പോകുന്ന ഒരു കാര്യമല്ല. ടോട്ടോളജി ഇസ് ദ സ്റ്റേറ്റ്മെന്റ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ട്രൂ ബൈ ഡെഫിനിഷൻ. ഇത് ട്രൂ ബൈ ഡെഫിനിഷൻ. അപ്പൊ ഇതിനെയാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ടോട്ടോളജി എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞു. പൊതുവായ ഒരു വാദത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം. ടോട്ടോളജി ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ആസ് ട്രൂ ബൈ ഡെഫിനിഷൻ. ട്രൂ ബൈ ഡെഫിനിഷനുള്ളിൽ തെളിയിക്കുകയാണ്. ഇറ്റ് ഡസന്റ് റെപ്രസെന്റ് ഇൻഡക്റ്റീവ് പ്രോസസ് അല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇതിനെയാണ് ടോട്ടോളജി. ടോട്ടോളജി ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ട്രൂ ബൈ ഡെഫിനിഷൻ. ട്രൂവിന്റെ ഡെഫിനിഷനിലൂടെ നമ്മൾ തെളിയിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ടോട്ടോളജി. അടുത്തത് ഇനി എന്താണ് പ്രിക്വേഷൻസുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ടോട്ടോളജി എന്ന് അറിയപ്പെടുന്ന ഒരു പൊതുവായ വാദത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന നിർദ്ദിഷ്ടമായിട്ടുള്ള ചില എക്സാമ്പിൾസുകൾ അത് നമ്മൾ അവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രിക്വേഷൻസുകളെയാണ് നോക്കുന്നത്. എന്താണ് പ്രിക്വേഷൻസുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിക്വേഷൻസുകൾ എന്ന് പറയുമ്പോൾ ആർ ആക്ഷൻ ടേക്കൻ ടു പ്രിവെന്റ് സംതിങ് അൺഡിസറബിൾ ഫ്രം ഹാപ്പനിങ്. ദ ആർ നോട്ട് റിലേറ്റഡ് ലോജിക്കൽ ആർഗ്യുമെന്റ് ഫോർ ഫാലസീസ്. ഇതൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് ഓർ ഫാലസി അല്ല. പിന്നെന്താ പ്രിക്വേഷൻസ് എന്ന് വെച്ചാൽ മുൻകരുതലുകൾ. ആർ ആക്ഷൻ ടേക്കൻ ടു പ്രിവെന്റ് സംതിങ് അൺഡിസറബിൾ ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നതിന് മുമ്പ്, എന്തോ തെറ്റായ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ മുൻ നടപടികൾ എടുക്കാറില്ലേ, അതാണ് പ്രിക്വേഷൻ. ഇതൊരു ഫാലസി അല്ല. there are not related to logical argument or fallacies. ഇനി പോസിറ്റീവ് റീസണിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ഇൻവോൾവിംഗ് യൂസിങ് എവിഡൻസ് ഓർ സപ്പോർട്ട് എ ക്ലൈം. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ്. ഇത് സൈലൻസ് ആർഗ്യുമെന്റ് അല്ല. സൈലൻസ് ആർഗ്യുമെന്റ് നമ്മളിപ്പോൾ പഠിക്കും. വിച്ച് റിലൈസ് ഓൺ ലാക്ക് ഓഫ് എവിഡൻസ് ഇല്ലാത്തതാണ് സൈലൻസ് ആർഗ്യുമെന്റ്. പക്ഷെ പോസിറ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റീസണിങ് ഇൻവോൾവ് യൂസിങ് എവിഡൻസ് ടു സപ്പോർട്ട്. ഒരു ക്ലൈമിനെ നമുക്ക് തെളിയിക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എവിഡൻസിന്റെ സഹായത്തോടു കൂടി ഒരു ക്ലൈമിനെ തെളിയിക്കുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് റീസണിങ്. റീഓർഗനൈസിങ് ആർഗ്യുമെന്റ്. റീഓർഗനൈസിങ് ആർഗ്യുമെന്റ് ഇൻവോൾവ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് ദ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിന്റെ ആ ഒരു വാദത്തിന്റെ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റീഓർഗനൈസ് ചെയ്യാണ്. റീഓർഗനൈസിങ് ആർഗ്യുമെന്റിങ് ഇൻവോൾവ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് ദ ആർഗ്യുമെന്റ് ടു മേക്ക് ഇറ്റ് more persuasive. This is not related to concept of argument from silence. ഇത് ആർഗ്യുമെന്റ് ഫ്രം സൈലൻസിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നറിയപ്പെടുന്നത് റീഓർഗനൈസിങ് ആർഗ്യുമെന്റ്. സോ റീഓർഗനൈസിങ് ആർഗ്യുമെന്റ് ഇൻവോൾവിംഗ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ആർഗ്യുമെന്റ്. അതായത് നമ്മൾ ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാണ് ടു മേക്ക് ഇറ്റ് മോർ പെർസ്യൂസീവ്. ദിസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കോൺസെപ്റ്റ് ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ്. ആർഗ്യുമെന്റ് ഓഫ് സൈലൻസ് എന്താണ് നമ്മൾ പഠിക്കണം. ഇപ്പൊ റീഓർഗനൈസിങ് ആർഗ്യുമെന്റ് അറിയാലോ. അതായത് ആർഗ്യുമെന്റിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാം. ആർഗ്യുമെന്റ് ഇൻവോൾവിംഗ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ആർഗ്യുമെന്റ് ടു മോർ പെർസ്യൂവ്. ഇനി നിങ്ങൾ എന്താണ് ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ് എന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ് ഈസ് അതർവൈസ് നോൺ ആസ്. ഈ ആർഗ്യുമെന്റ് ഫ്രം സൈലൻസിനെ അതർവൈസ് വിളിക്കുന്ന പേരെന്താണ്? നെഗറ്റീവ് റീസണിങ്. നമ്മൾ പോസിറ്റീവ് റീസണിങ് പഠിച്ചു. പ്രിക്വേഷൻസ്, പോസിറ്റീവ് റീസണിങ്, റീഓർഗനൈസിങ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ് ഈസ് ലോജിക്കലി ഫലാസി. ലോജിക്കൽ ഫലാസീസ് ആണ്. Where the absence of evidence for something is used evidence against it. This is essentially from the negative reasoning. അപ്പോൾ ആർഗ്യുമെന്റ് ഓ സൈലൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്ഥിരീകരിക്കുന്ന തെളിവുകളുടെ അഭാവത്താലാണ്, അല്ലെ? തെളിവുകളുടെ അഭാവത്താല്
അതിനെതിരായ തെളിവായിട്ട് ഉപയോഗിക്കുന്ന യുക്തിസഹമായ രീതിയാണ്. അതിനെതിരായിട്ടുള്ള തെളിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു യുക്തിസഹമായ രീതിയെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് റീസണിങ്. അപ്പൊ ആർഗ്യുമെന്റ് ഫ്രം സൈലൻസ് ഈസ് ലോജിക്കലി ഫലാസി വേർ ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഓർ സംതിങ് ഈസ് യൂസ്ഡ് ടു എവിഡൻസ് ഇറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് തെളിവുകളുടെ അഭാവത്താൽ അതിനെതിരായിട്ട് ഉപയോഗിക്കുന്ന യുക്തിസഹമായിട്ടുള്ള ഒരു വാദത്തെയാണ് ആർഗ്യുമെന്റ് ഓഫ് എവിഡൻസ്. ഇതിനെ വിളിക്കുന്ന പേര് നെഗറ്റീവ് റീസണിങ്. അപ്പൊ നെഗറ്റീവ് റീസണിങ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രിക്വേഷൻസ് എന്താണെന്നും പോസിറ്റീവ് റീസണിങ് റീഓർഗനൈസേഷൻ ഓഫ് ആർഗ്യുമെന്റിനെ റീഓർഗനൈസേഷൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഏറ്റവും അധികമായിട്ട് പഠിക്കേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ക്ലിയോമെട്രിക്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ക്ലിയോമെട്രിക്സ്. നമ്മൾ പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ക്ലിയോമെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ദ യൂസ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ഗിവൻ റൈസ് ടു ന്യൂ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി. അത് നമ്മൾ പിന്നെ ഹിസ്റ്ററിയിൽ, അതായത് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ന്യൂ ബ്രാഞ്ച് ഓഫ് കോൺസെപ്റ്റ് ഉടലെടുത്ത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ദി യൂസ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ടു പിന്നെ റൈസ് ടു ന്യൂ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി കാൾഡ് ക്ലിയോമെട്രിക്സ്. ഈസ് ദ ഫീൽഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ടു യൂട്ടിലൈസ് quantitative method like mathematics and statistics to analyze economic events and trends, particularly in the historical context. ഹിസ്റ്റോറിക്കൽ കണ്ടക്സ്റ്റിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്കണോമിക്കൽ ഈവൻസും ട്രെൻഡ്സുകളെയും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സാമ്പത്തിക ശാസ്ത്ര അവലോകനമൊക്കെ ചരിത്രത്തിൽ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ ഏത് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. മെത്തേഡുകൾ പലതരത്തിലുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട്. ഒരു മാത്തമാറ്റിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ഒക്കെ നടത്തുന്ന ചില ചരിത്ര സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ക്ലിയോമെട്രിക്സ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ബ്രാഞ്ചാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. മറന്നുപോകല്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത നമുക്ക് എന്താണ് പോസിറ്റീവിസം എന്ന് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? അഗസ്റ്റ് കോംതി ആണ് പോസിറ്റീവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പോണന്റ്. പോസിറ്റീവിസം ഇസ് എ ഫിലോസഫിക്കൽ അപ്രോച്ച് ദാറ്റ് എംഫസൈസ് ദ എംപിരിക്കൽ ഒബ്സർവേഷൻ ആൻഡ് സയന്റിഫിക് മെത്തേഡ്. എംപിരിക്കൽ എന്ന് വെച്ചാൽ അനുഭവവാദ, അനുഭവത്തിലൂടെയുള്ള നിരീക്ഷണം. Scientific method, well, it is influenced historical analysis. It is not a distinct branch of history itself. ഇതൊരു ഹിസ്റ്ററിയുടെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് അല്ല ഹിസ്റ്ററി itself, but it is a scientific method used to analyze and empirical observation. ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ദാറ്റ് എംഫസൈസ് എംപിരിക്കൽ ഒബ്സർവേഷനിലൂടെ, അനുഭവത്തിലൂടെയുള്ള നിരീക്ഷണങ്ങളിലൂടെ സയന്റിഫിക് മെത്തേഡുകൾ അല്ല, ഇതൊരു അനുഭവ എന്ന് വെച്ചാൽ ശാസ്ത്രീയപരമായിട്ടുള്ള നിരീക്ഷണം, ശാസ്ത്രീയപരമായിട്ടുള്ളതും അനുഭവത്തിലൂടെ ഉള്ളൊരു നിരീക്ഷണത്തെയാണ് പോസിറ്റീവിസം എന്ന് പറയുന്നത്. സിഗിലോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് സീൽസ് ആൻഡ് ദ യൂസ് ഇൻ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് നോട്ട് റിലേറ്റഡ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അനലൈസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചരിത്രത്തിന്റെ ഒരു ബ്രാഞ്ച് അല്ല സിഗിലോഗ്രാഫി. സിഗിലോഗ്രാഫി ഇസ് ദ സ്റ്റഡി ഓഫ് സീലുകളെ കുറിച്ചുള്ള പഠനം. ന്യൂമിസ്മാറ്റിക്സ് എന്താ കുട്ടികളെ? ന്യൂമിസ്മാറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അല്ലെ? ന്യൂമിസ്മാറ്റിക് ഇസ് ദ സ്റ്റഡി ഓഫ് കോയിനുകളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സ് എന്താ? ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, അതാണ് ലിംഗ്വിസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് കോയിൻ എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് ആണ്. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്താണ്? ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ലിംഗ്വിസ്റ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് കോയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗിലോഗ്രാഫി പഠിച്ചു. അടുത്ത എന്താണ്? ഹൈപ്പർ ക്രിറ്റിസിസം എന്താണ് നമുക്ക് നോക്കാം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഹൈപ്പർ ക്രിറ്റിസിസം. An experience where the scholar criticizes the document for the sake of criticism and not for establishing truth. അത് ട്രൂത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതല്ലാതെ ഒരു സ്കോളർ തന്റെ ഡോക്യുമെന്റിനെ എക്സ്പീരിയൻസ് വേർ ദ സ്കോളർ ക്രിട്ടിസൈസ് ദ ഡോക്യുമെന്റ് ഫോർ ദ സാക്ക് ഓഫ് ക്രിറ്റിസിസം. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് ഒരു പണ്ഡിതൻ ഒരു രേഖയെ വിമർശിക്കുന്നത് സത്യത്തെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് വിമർശനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സ്കോളർ വിമർശിക്കുന്നുവെങ്കിൽ അതിനെയാണ് ഹൈപ്പർ ക്രിറ്റിസിസം. നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഇന്റേണൽ ക്രിറ്റിസിസം പഠിച്ചു. ഇനി ഹൈപ്പർ ക്രിറ്റിസിസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? ഇനി നമുക്ക് നോക്കാം. ഹൈപ്പർ ക്രിറ്റിസിസം റിഫേഴ്സ് ടു ദ എക്സസീവ്ലി ഓർ സെവർലി ക്രിട്ടിസൈസിങ് സംതിങ്. അത് സെവർലി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ്, ഓഫൻ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഫൈൻഡിങ് ഫോൾട്ട് റാദർ ദാൻ. ഇവിടെ ഫോൾട്ടിനെ കണ്ടെത്തുകയല്ല, മറിച്ച് കൺസ്ട്രക്റ്റീവ്ലി അനലൈസിങ് ഓർ അണ്ടർസ്റ്റാൻഡ്, ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ വിമർശിക്കുക എന്ന് വെച്ചാൽ ഒരു പൂർണ്ണമായ വിമർശനത്തെ അല്ല, സത്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ല, മറിച്ച് കൺസ്ട്രക്റ്റീവ്ലി അനലൈസിങ്ങോ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, അത്തരത്തിലുള്ളൊരു വിമർശനത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? അതിനെയാണ് നമ്മൾ ഹൈപ്പർ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അല്ലെ? വിശകലനം ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന് പകരം തെറ്റ് കണ്ടുപിടിക്കുക, അല്ലെ?
എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രം നടത്തുന്ന ഒരു ക്രിറ്റിസിസമാണ് അല്ല എന്താ പറയാ ഫൈൻഡിങ് ഫോൾട്ട് റാദർ ദാൻ കൺസ്ട്രക്റ്റീവ്ലി അനലൈസിങ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. അതിനു വേണ്ടിയിട്ട് നടത്തുന്ന വിശകലനത്തെയാണ് അല്ലെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈപ്പർ ക്രിറ്റിസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡയലറ്റന്റിസം എന്ന് നോക്കാം. ഡയലറ്റന്റിസം എന്താണ്? ഇത് നോക്കൂ, ഇത് ദാറ്റ് റെഫേഴ്സ് ടു ദ സൂപ്പർഫിഷ്യൽ ഓർ അമച്വറിഷ് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട്. ഒരു സബ്ജക്റ്റിനോടുള്ള നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അതിനെയാണ് മറ്റൊരു പേരിൽ പറയുകയാണെങ്കിൽ അമച്വറിഷ് ആയിട്ടുള്ള ഒരു താല്പര്യത്തെ വിളിക്കുന്ന പേരാണ് ഡയലറ്റന്റിസം. ദാറ്റ് റിഫേഴ്സ് ടു ദ സൂപ്പർഫിഷ്യൽ ഓർ അമച്വറിഷ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് നോട്ട് നെസസറിലി ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ അനാലിസിസ്. ഇത് നമ്മൾ ആ സബ്ജക്റ്റിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യല്ല, പിന്നെ എന്താ ചെയ്യുന്നത്, ആ സബ്ജക്റ്റിനോടുള്ള ഒരു അമച്വർ ആയുള്ള ഒരു വലിയൊരു താല്പര്യത്തിന്റെ ഉദ്ദേശത്തിൽ നടത്തുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു മെത്തേഡ്, അതാണ് ഡയലറ്റന്റിസം. ഓക്കെ, ഇനി പാലിയോ ബോട്ടണി എന്താണ്? പാലിയോ ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്. ഫോസിൽ പ്ലാന്റുകളെ കുറിച്ചുള്ള പഠനം. സോ ഡയറക്ട്ലി ഡീൽ വിത്ത് ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് ദ പ്ലാന്റ്. ആ പ്ലാന്റിന്റെ ഏജ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഫോസിൽ ബൈ അനലൈസിങ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദി ജിയോളജിക്കൽ കണ്ടസ്റ്റ് ഇൻ വിച്ച് ദേ ആർ ഫൗണ്ട്. ഒരു ജിയോളജിക്കൽ കണ്ടസ്റ്റിലൂടെ അതിനെ നമ്മൾ ഒരു ഫോസിലിന്റെ ഒരു പ്ലാന്റിന്റെ ഏജിനെ മനസ്സിലാക്കിയാണ് ലക്ഷ്യം. അതാണ് പാലിയോ ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്. സോ ഡയറക്ട്ലി ഡീൽ വിത്ത് ദ ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് പ്ലാന്റ് ഫോസിൽ ബൈ അനലൈസിങ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ജിയോളജിക്കൽ കണ്ടക്ട്സ് ഇൻ വിച്ച് ദേ ആർ ഫൗണ്ട്. എന്താണ്, എങ്ങനെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്, അതിന്റെ കാലനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡയലറ്റന്റിസം എന്താണെന്നും പാലിയോ ബോട്ടണി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹെറാൾഡറി എന്താണെന്ന് നോക്കാം. ഹെറാൾഡറി ഈസ് ദ സ്റ്റഡി കോട്ട് ഓഫ് ആംസ് ആൻഡ് അതർ സിംബൽസ് യൂസ്ഡ് ടു ഹെറാൾഡറി വിച്ച് ആർ നത്തിങ് ടു ഡു വിത്ത് ദ ഏജ് ഓഫ് ഫോസിൽ. ഏജ് ഓഫ് ഫോസിൽ കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഫോസിലുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ബന്ധവും ഇതിനില്ല. പിന്നെ എന്താ അത് ചെയ്യുന്നത്? ഇത് നമ്മൾ ചില ചിഹ്നങ്ങളും ചില പഠനങ്ങൾ, അതായത് നമ്മൾ ചരിത്ര അവശേഷിപ്പുകൾ എന്നൊക്കെ പറയത്തില്ലേ, ഒരു വലിയൊരു ചരിത്ര സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള അവിടെ നിന്ന് കിട്ടുന്ന കോട്ട് ഓഫ് ആംസ്, അതർ സിംബൽസ്, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചരിത്രത്തെ കോട്ട് ആൻഡ് ആംസ് ആൻഡ് അതർ സിംബൽസ്, ഇവയെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു പഠനത്തെയാണ് ഹെറാൾഡറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഹെറാൾഡറി ഇസ് ദ സ്റ്റഡി ഓഫ് കോട്ട്സ് ഓഫ് ആംസ് ആൻഡ് അതർ സിംബൽസ് യൂസ്ഡ് ടു ഹെറാൾഡറി വിച്ച് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഏജ് ഓഫ് ദ ഫോസിലുകളെ കുറിച്ചുള്ള പഠനമല്ല, മറിച്ച് നമ്മളൊരു പുരാതന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയൊരു സാമ്രാജ്യത്തെ കുറിച്ച് എടുക്കാം. ആ സാമ്രാജ്യ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന കോട്ട് ഓഫ് ആംസും അതർ സിംബൽസ്, അതിനെ കുറിച്ചുള്ള ഒരു പഠനം, അതിനാണ് ഹെറാൾഡറി. ഇനി പാലിയോഗ്രാഫി എന്താണ്? പാലിയോഗ്രാഫി ഇസ് ദ സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് ഹാൻഡ് റൈറ്റിംഗ്. ഏൻഷ്യന്റ് ഹാൻഡ് റൈറ്റിംഗിനെ കുറിച്ചുള്ള പഠനം, എഗെയിൻ നോട്ട് റിലേറ്റഡ് ഏജ് ഓഫ് ഫോസിലിനെ കുറിച്ചുള്ള പഠനമല്ല, മറിച്ച് ഹാൻഡ് റൈറ്റിംഗിനെ കുറിച്ചുള്ള പഠനമാണ് പാലിയോഗ്രാഫി. പാലിയോ ബോട്ടണി, ഹെറാൾഡറി മനസ്സിലായല്ലോ. ഇനി പിന്നെ ഹാഗിയോഗ്രാഫി എന്താ? ഹാഗിയോഗ്രാഫി മീൻസ് സാക്രഡ് ബയോഗ്രഫി, അതായത് പരിശുദ്ധമായ അതായത് നമുക്കറിയാം, അതായത് വളരെ മഹാന്മാരുടെ ബയോഗ്രഫികളെ കുറിച്ചുള്ള പഠനമാണ് സാക്രഡ് ബയോഗ്രഫി എന്ന് വെച്ചാൽ ശ്രീ ബുദ്ധ അല്ലെ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരുടെ ചരിത്രത്തെ കുറിച്ച് അവരുടെ ബയോഗ്രഫിയാണ് നമ്മൾ ഹാഗിയോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹാഗിയോഗ്രാഫി മീൻസ് സാക്രഡ് ബയോഗ്രഫി. ഫോർ എക്സാമ്പിൾ ശ്രീ ബുദ്ധ ബയോഗ്രഫി, അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വരാം. ഇനി എന്താണ്? പ്രോസ്പോഗ്രാഫി ഈസ് ഓൾസോ നോൺ ആസ് കളക്റ്റീവ് ബയോഗ്രാഫി. ഇനി പോസ്പോഗ്രാഫി എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ബയോഗ്രാഫി എന്നാണ്. പ്രോസ്പോഗ്രാഫി മീൻസ് കളക്റ്റീവ് ബയോഗ്രാഫി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പ്രോസ്പോഗ്രാഫി ഈസ് ദ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ദാറ്റ് ഫോക്കസ് ഓൺ സ്റ്റഡിങ് ദ കളക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ സ്വഭാവ സവിശേഷത പഠിക്കാം. ഇറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ബൈ എക്സാമിൻ ദെയർ ബയോഗ്രാഫി പിന്നെ ടുഗദർ റാദർ ദാൻ ഫോക്കസിങ് ഇൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബയോഗ്രഫി അല്ല ഇവിടെ പഠിക്കുന്നത്, ഒരു കൂട്ടമായിട്ടുള്ള വ്യക്തികളുടെ ബയോഗ്രഫിയാണ് പഠിക്കുന്നത്. ബയോഗ്രഫീസ് ഓഫ് ഈസ് ഇൻ ഐസൊലേഷൻ. ദ കളക്റ്റീവ് അപ്രോച്ച് ഈസ് വാട്ട് മേക്ക് ഇറ്റ് സിനോണിമസ് വിത്ത് ദ ടേം കളക്റ്റീവ് ബയോഗ്രഫി. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോസ്പോഗ്രാഫി നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? കളക്റ്റീവ് ബയോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. ഒരു കൂട്ടം വ്യക്തികളെ കുറിച്ചിട്ടുള്ള ജീവചരിത്രങ്ങൾ ഒരുമിച്ച് പരിശോധിച്ച് കൂട്ടായ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി. ഒരു കൂട്ടായ സ്വഭാവ സവിശേഷം നിങ്ങൾ കാണത്തില്ല, ഒരു കൂട്ടം വ്യക്തികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് കളക്റ്റീവ് ബയോഗ്രാഫി എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് പ്രോസ്പോഗ്രാഫി. ദെൻ ഇനി കൺസ്ട്രക്റ്റീവ് റീസണിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കൺസ്ട്രക്റ്റീവ് റീസണിങ്? കൺസ്ട്രക്റ്റീവ് റീസണിങ് ഇസ് എ ലോജിക്കൽ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചിട്ടുള്ള പ്രശ്ന നിർദ്ധാരണത്തെ കുറിച്ച് ലോജിക്കൽ അപ്രോച്ച് ആണ്. ദാറ്റ് ഇൻവോൾവ്
ബിൽഡിംഗ് ആർഗ്യുമെന്റ്, നമ്മൾ എന്നിട്ട് ഒരു ആർഗ്യുമെന്റ് കണ്ടെത്തും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എവിഡൻസ് ആൻഡ് റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആർഗ്യുമെന്റിൽ നമ്മൾ എത്തിച്ചേരും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് ഫ്രം പ്രോസ്പോഗ്രാഫി വിച്ച് ഈസ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഇത് പ്രോസ്പോഗ്രാഫിയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. വിച്ച് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ്. കൺസ്ട്രക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോജിക്കൽ അപ്രോച്ച്. ഇതൊരു യുക്തിപരമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. പ്രോബ്ലം, ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുക്തിസഹജമായ സമീപനമാണ്. ബിൽഡിംഗ് ആർഗ്യുമെന്റ്, എന്നിട്ട് നമ്മളൊരു ആ പ്രോബ്ലം സോൾവിങ്ങിലൂടെ ഒരു ആർഗ്യുമെന്റിൽ എത്തിച്ചേരും. എങ്ങനെയുള്ള ആർഗ്യുമെന്റിലാണ്? എവിഡൻസ് ആൻഡ് റീസൺ. നമുക്ക് ലഭിക്കുന്ന തെളിവ് തികച്ചും യുക്തിസഹമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുതയിൽ, ഒരു പ്രശ്ന നിർദ്ധാരണത്തിൽ നമ്മൾ എത്തിച്ചേരും. ഇതൊക്കെ ദാറ്റ് ഈസ് ദ കൺസ്ട്രക്റ്റീവ് റീസണിങ്. ഇനി എന്താണ് ഡ്യുവൽ അനാലിസിസ്? എന്താണ് അർത്ഥമാക്കുന്നത്? ഡ്യുവൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇരട്ട വിശകലനം അല്ലെ? അനാലിസിസ് ഇസ് ദ മെത്തേഡ് അനലൈസിംഗ് ഡാറ്റ ബൈ കമ്പയറിംഗ് ആൻഡ് കൺസ്ട്രക്ടിങ് ടു ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. ടു ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇരട്ട ലെവലില് വിശകലനം നടത്തും. അതിനാണ് അനലൈസ് ചെയ്യും, വിശകലനം നടത്തും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? രണ്ട് പിന്നെ വസ്തുക്കളെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ പരസ്പരം അവയെ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. Comparing and contrasting two different set of information. Well, this might be useful analytical tool in verifying field. ഇതൊരു അനലിറ്റിക്കൽ ടൂൾ പോലെ നമ്മൾ ഉപയോഗിക്കുന്നു. വെരിഫൈങ്, വിവിധ ഫീൽഡുകളെ വെരിഫൈ ചെയ്യുന്നതിന്, വേരിയസ് ഫീൽഡ്സിനെ അനലൈസ് ചെയ്യുന്നതിനുള്ള ടൂളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്യുവൽ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സിന്റെ അകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.